ആനന്ദ്, ചില കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹത്തിനെതിരായി ഉടനെ നടക്കും, ലഭിക്കും. ചില കാര്യങ്ങൾക്ക് കുറച്ച് സമയം പിടിക്കും. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് യു മീൻ? നല്ല കർമ്മഫല ഉദയം. ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ പറയട്ടെ. ഞാൻ സംസാരിക്കാൻ ട്രൈ ചെയ്യാം. ശരി, യു മീൻ ഇറ്റ് ഹാപ്പൻസ്. No, certain things just happen right away when you wish for that. Certain things take a long time. അതിനെല്ലാറ്റിനും നിങ്ങളുടെ കർമ്മഫലമാണ് കാരണം. പുണ്യ കർമ്മഫലം നിങ്ങൾക്ക് ഉണ്ടായാൽ ഇമ്മീഡിയറ്റായി നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ നിയമം എന്താണോ അത് നിങ്ങൾക്ക് പ്രാപ്തമായാൽ അത് പുണ്യം കൊണ്ടുണ്ടാവുന്നു, പ്രാപ്തമായില്ലെങ്കിൽ പാപം കൊണ്ട് കിട്ടുന്നില്ല. കർമ്മഫലം എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടക്കും. ഇതെല്ലാം ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഇതെല്ലാം ആരും ഡിസൈഡ് ചെയ്യുന്നില്ല. ഇത് ആരുടെയും കയ്യിലല്ല. ജസ്റ്റ് ഇറ്റ് ഹാപ്പൻസ് സ്പോണ്ടേനിയസ്ലി. ഈ ഫ്രൂട്ട് എപ്പോഴാണോ റൈപ്പ് ആവുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വൽ ഓരോ ഫ്രൂട്ടും റൈപ്പ് ആവുന്നു ഇൻഡിവിജ്വലി, വെവ്വേറെയായി. നിങ്ങൾ എങ്ങനെയാണോ വിത്ത് വിതയ്ക്കുന്നത് അങ്ങനെയുള്ള ഫലമാണ് കിട്ടുക. ജനറലി പുണ്യ കർമ്മഫല ഉദയം വേഗമുണ്ടാവും, പാപകർമ്മഫല ഉദയം കുറച്ച് ലേറ്റാവും. ചിലപ്പോൾ പുണ്യകർമ്മഫലം വേഗം സാധിക്കും, പാപകർമ്മഫലം തീരാൻ കുറച്ച് താമസിക്കും. അതുപോലെ പുണ്യകർമ്മഫലത്തിന്റെ അനുഭവം തീരും, പാപകർമ്മഫലത്തിന്റെ അനുഭവം കുറച്ച് ലേറ്റാവുകയും ചെയ്യും. അത് ഷോർട്ട് ചെയ്യാൻ വഴിയില്ലേ? പരിഹാരം മാത്രമേ ചെയ്യാനുള്ളൂ, മറ്റൊന്നും ഇല്ലേ? അതിന്റെ പീരീഡ് ഷോർട്ട് ചെയ്യാൻ വഴിയുണ്ടോ? ഷോർട്ട് ചെയ്യാൻ മറ്റൊരു വഴിയുമില്ല. ഇടത്തരമായിരുന്ന് നിങ്ങളത് ചെയ്തു തീർത്തെങ്കിലേ ഉള്ളൂ. പ്രാർത്ഥിക്കൂ, ധ്യാനം, നിങ്ങളുടെ മനസ്സിൽ ധ്യാനം ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം ഫലമുണ്ടാവും, അധികകാലം എടുക്കുകയില്ല. കർമ്മഫലങ്ങൾ നിങ്ങളെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ അവസാനിച്ച് അതിൽ നിന്ന് പുറത്തു കടക്കാം. ഈ രാജ്യത്ത് ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെയധികം തപസ്സിരിക്കേണ്ടി വരുന്നു. എത്രയോ വഴികൾ അന്വേഷിച്ച് ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടേയിരിക്കണം. നാം ടയേർഡായാലും ജോലി കിട്ടില്ല. എന്നിട്ട് ഒടുവിൽ എന്തെങ്കിലും കിട്ടിയാൽ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ കിട്ടാതെ പോയത് എന്ന് തോന്നും. അതിനുള്ള ടൈം വന്നാലേ കിട്ടൂ. യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജയ് സച്ചിദാനന്ദ. മനോവിഷമത്തിന്റെ മുഖ്യ കാരണം അഹങ്കാരമാണെന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞില്ലേ? എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിക്കാമോ? അഹങ്കാരത്തിന്റെ പ്രധാന കാരണം എന്താണ്? മനോവിഷമത്തിന്റെ പ്രധാന കാരണം അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിന് പ്രധാന കാരണമുണ്ടോ? അതിനെ നമുക്ക് ഇല്ലാതാക്കാനാവില്ലേ? അഹങ്കാരത്തിന്റെ മുഖ്യ കാരണം അജ്ഞാനമാണ്. ഞാൻ റിയലായി ആരാണ് എന്നറിയുന്നില്ല എന്നതാണ്. ഇതാണ് അജ്ഞാനം. ഈ അജ്ഞാനം കൊണ്ടാണ് അഹങ്കാരം എഴുന്നേൽക്കുന്നത്. ഈ അഹങ്കാരം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അതായത് മനോവിഷമത്തിൻ്റെ പ്രധാന കാരണം അഹങ്കാരം ആണ് എന്ന്. സത്യം പറഞ്ഞാൽ സ്ഥൂലത്തിൽ അഹങ്കാരം ഉണ്ടാവുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടന്നാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ആഗ്രഹത്തിനെതിരായി നടന്നാൽ, വിരോധമായി നടന്നാൽ, തെറ്റായി നടന്നാൽ, നഷ്ടമുണ്ടാകത്തക്ക വിധത്തിലൊന്ന് നടന്നാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. അത് സ്വീകരിക്കാൻ ആവുന്നില്ല. സംഭവിച്ചു കഴിഞ്ഞത് എന്താണോ അത് നാം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനുമുപരി അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ ഓർത്ത് വിഷമിക്കുന്നു.
അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണിത് നടന്നത്? അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു. അവർ ചെയ്ത തെറ്റാണ്, ഇവർ ചെയ്ത തെറ്റാണ്, ഇയാളുടെ തെറ്റാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും കുറ്റം പറയുന്നു. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ തെറ്റ് സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ കരുതുന്നു. നീ ഇങ്ങനെ ചെയ്തിരിക്കണം, അവരങ്ങനെ ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ രാത്രി മുഴുവനും മനസ്സിൽ ആലോചിച്ചു കൊണ്ടേയിരിക്കും, ഉറക്കം വരില്ല. ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജിയാണ്. ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഉണ്ടാവുക? നടന്നു കഴിഞ്ഞത് എന്താണോ അത് നടന്നു കഴിഞ്ഞു. ദ തിങ് ഈസ് ഫിനിഷ്ഡ് നൗ. നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. അതിനുശേഷം നിങ്ങൾ അത് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു, പലരെയും കുറ്റം പറയുന്നു, എന്തൊക്കെയോ പറയുന്നു. ദാറ്റ് പാർട്ട് ഈസ് ഈഗോ. അഹങ്കാരം അതിന് മുന്നിൽ വരുന്നു. അത് സമ്മതിക്കുന്നില്ല, അതാണ് അഹങ്കാരം. അത് സമ്മതിച്ചാൽ അഹങ്കാരം മിണ്ടാതിരിക്കും, ബുദ്ധിയും ഉണ്ടാവും. ഇല്ലെങ്കിൽ എല്ലാം ഉയർന്ന നില പ്രാപിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അതോടെ സഫറിങ്സും മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും, കൂടുതൽ മൾട്ടിപ്ലൈ ആവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ യുദ്ധം ചെയ്ത് രാത്രി തിരിച്ചു വന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും കൂടെ ഉണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അർജുനൻ്റെ മനസ്സിൽ അഹങ്കാരമുണ്ടായിരുന്നു. ഞാൻ മഹാഭാരത യുദ്ധത്തിൽ ജയിച്ചില്ലേ, ഹസ്തിനാപുരം കീഴടക്കിയില്ലേ. ഭഗവാന് അർജുനൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അവർ ഹസ്തിനാപുരത്ത് എത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന നീ താഴെ ഇറങ്ങ്. പക്ഷേ അർജുനൻ ആദ്യം കൃഷ്ണ ഭഗവാനോട്, കൃഷ്ണ നിങ്ങൾ ഇറങ്ങൂ, ഞാൻ പിന്നീട് ഇറങ്ങാം എന്ന് പറഞ്ഞു. വളരെ ആർഗ്യുമെൻറ്റിന് ശേഷം അർജുനൻ താഴെ ഇറങ്ങി. അതിനുശേഷം ഭഗവാൻ താഴെ ഇറങ്ങിയപ്പോൾ ആ രഥം മുഴുവനായി ബ്ലാസ്റ്റായി. അപ്പോഴാണ് അർജുനന് തൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു പാഠം പഠിപ്പിക്കുമായിരുന്നു എന്ന് മനസ്സിലായി. അന്ന് അർജുനന്റെ കൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നതുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഇന്ന് നമ്മുടെ കൂടെ ആരാ ഉള്ളത്? ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ തന്നെ അവരെ നമ്മൾ അടിച്ചു കൊന്നിട്ടുണ്ടാവും. നീ ആരാ എന്നെ അഡ്വൈസ് ചെയ്യാൻ? നീ എന്താ എന്നെ ഉപദേശിക്കുന്നതെന്ന് ചോദിച്ച് നമുക്ക് അഹങ്കാരമില്ല, മറ്റുള്ളവർക്കാണ് അഹങ്കാരം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. ആൻറ്റി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയണം. എനിക്ക് മലയാളം ശരിക്കറിയില്ല, ഇംഗ്ലീഷിൽ പറയാം. I had a dream, not a dream, but as I fall asleep every night, I say Sri Krishna Charanam Namaha since very young. But one time I had an experience where I said Sri Krishna Charanam Namaha, Sri Krishna Charanam Namaha. I was falling asleep. Automatically I started saying Dada Bhagavante Namam Vijayikate. And I'm sleepy and my body freezes. And I feel something separating from the body. It is floating on top of the physical body. And I can't move. I can't open my eyes to see what is above me. And again, afterwards, the two make meet, and I open my eyes, and I am fully awake. And that it happened again. I started saying Sri Krishna Charana Namaha, Sri Krishna Charana Namaha, and I follow that with Dada Bhagavan's Namam Vijayikate, and I feel that to separate again. And 5 minutes it happens 3 times. It never happened again. What does that mean? See, this is the separation of soul and body and your everything. And this is the best part of achievement in human life. But it should remain further for all the time. That should be the goal of life. This is
this is very good that you had this experience for at least 5 minutes. Now you should, after the achievement for throughout your life, that should be your goal. That is the unique experience. And another experience happened 2 days before you came, which was Saturday night. Usually, like when the sun is shining and we try to look at the same, we can't see it at all. But this was a dream. I was asleep and there was a big turn on and there was a real bright light the end of the turn on. And usually it's a real bright light. Your eyes will not look at the light. Your eyes will automatically close. But I could look at the light. Nothing happened. To my eyes, I could feel the power of the light. So, what does that mean? You saw this in dream or It was a dream. in dream? That's the chit. Chit is the power of chit. What you saw in dream. What is chit? Chit. This mind, buddhi, chit, ahangar. Out of this 4 chits, power is that. The light and everything, when you get concentration, even when you are awakened, നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും you can see this light. That light is tremendous, really tremendous. It's really good. ഇവിടെ എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ യെസ് പ്ലീസ്. നമ്മൾ എപ്പോഴെങ്കിലും എനിക്ക് മലയാളം ശരിക്കും അറിയില്ല. സാരമില്ല, അറിയുന്ന പോലെ പറഞ്ഞോളൂ. ശരി തന്നെയാണല്ലോ. ശരി. നാം എപ്പോഴെങ്കിലും തെറ്റ് ചെയ്താൽ പരിഹാരം ചെയ്യുന്നത് കൊണ്ട് ശുദ്ധമാവുന്നു അല്ലേ? പക്ഷേ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ, ഐദർ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ അമ്മായി അമ്മയും മരുമകളും, രണ്ടുപേരും അവരുടെ ഭാഗത്ത് കറക്റ്റാണെന്ന് കരുതും. അവരുടെ മനസ്സിൽ അവർ കറക്റ്റാണെന്ന് കരുതുന്നു. അതിൽ ആരാണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് പറയാമോ? ആരാണോ വിമോചിതരാവാൻ ആഗ്രഹിക്കുന്നത് അവരാണത് ചെയ്യേണ്ടത്. ആരാണ് കൂടുതൽ ബുദ്ധിശാലി? എല്ലാവർക്കും അവരുടെ മനസ്സിൽ അവരാണ് ബുദ്ധിശാലി, അവരാണ് സാമർഥ്യശാലികൾ, അവരാണ് വിവരമുള്ളവർ എന്ന് തോന്നിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആർക്കാണോ കൂടുതൽ അറിവുള്ളത് എന്ന് തോന്നുന്നത് അവരാണ് ഇത് ചെയ്യേണ്ടത്. ബുദ്ധിശാലികളായിരിക്കുന്നവരാണ് ഇത് ചെയ്യേണ്ടത്. അതായത് കൂടുതൽ ബുദ്ധിശാലിയായിരിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ആർക്കാണ് അറിവില്ലാത്തത് അവരെന്താ ചെയ്യേണ്ടത്? അതായത് അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമ്പോൾ മരുമകളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക? അമ്മായിയമ്മയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. അവർ പഴയ പഞ്ചാംഗത്തിൽ തന്നെ ഇരിക്കും. ഞാൻ പഠിപ്പുള്ളവളാണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ ബുദ്ധിശാലിയാണ്. നീ വലിയ ബുദ്ധിശാലിയാണെങ്കിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, കൂടുതൽ പരിഹാരം ചെയ്യേണ്ടി വരും, കൂടുതൽ ആലോചിക്കണം. വാട്ട് എവർ നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതാണ്. അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതെ നോക്കണം. ഇത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നീയാണ് മഹാബുദ്ധിശാലി. എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ മേൽ അധികാരമുണ്ടെന്ന് തോന്നുന്നു. മരുമകൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ മേൽ തനിക്ക് അവകാശമുണ്ടെന്ന് തോന്നും. രണ്ടുപേർക്കും അതാണ് പ്രശ്നം. ലോകമെങ്ങും അതുതന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അമ്മായിയമ്മയുടെ മരുമകളുടെയും പ്രശ്നത്തിന്റെ റൂട്ട് കോസ് പൊസസീവ്നെസ് ആണ്. പൊസസീവ്നെസ് തന്നെയാണ്. ഇറ്റ്സ് ദ റൂട്ട് കോസ്. അമ്മയ്ക്ക് ഇതൊന്നും, ഞാൻ അവനെ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ചതല്ലേ, അവനെ വളർത്തി വലുതാക്കി, അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷെ മരുമകൾ ഇപ്പോൾ വന്നതല്ലേ, അവൾ എല്ലാ അധികാരവും ഏറ്റെടുക്കുന്നു, അവളാണ് എല്ലാം. അതെങ്ങനെ അനുവദിച്ചു കൊടുക്കാനാവും? പക്ഷേ മരുമകളുടെ മനസ്സിൽ തോന്നും, ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നതല്ലേ, ഇനി അദ്ദേഹമാണ് എനിക്കെല്ലാം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എല്ലാം വിട്ടിട്ട് വന്നതല്ലേ, അതുപോലെ അദ്ദേഹവും എല്ലാം വിട്ടിട്ട് വരട്ടെ എന്ന് അവൾക്ക് തോന്നുന്നു. അദ്ദേഹം അമ്മയെയും അച്ഛനെയും വിട്ടിട്ട് വരണം, ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിട്ടിട്ട് വന്നില്ലേ, അതുപോലെ അദ്ദേഹവും അവരെ വിട്ടിട്ട് വരട്ടെ എന്നവൾ കരുതുന്നു. എനിക്ക് അദ്ദേഹമാണ് എല്ലാം, അദ്ദേഹത്തിന് ഞാനാണ്. അപ്പോൾ പോസസീവ്നെസ് ഉണ്ടാവുന്നു.
ആരാണോ ബുദ്ധിശാലി എന്ന് കരുതുന്നത് അവർ വിട്ടുകൊടുക്കട്ടെ, അല്ലേ? അതുകൊണ്ട് മരുമകൾ ഞങ്ങളുടെ അടുത്ത് വന്നാൽ അവൾക്ക് ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കും, അമ്മായിയമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കും, രണ്ടുപേർക്കും വെവ്വേറെ മനസ്സിലാക്കി കൊടുക്കും. രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ പ്രശ്നമാണ്. അമ്മായിയമ്മ പറയും, അതായത് അമ്മ മകന് കല്യാണം കഴിക്കണം എന്ന ആഗ്രഹമുണ്ടായപ്പോൾ, അതായത് 25 വയസ്സായപ്പോൾ അവരുടെ ചിന്ത എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതായത് മരുമകൾ വന്നാൽ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, പഠിച്ചവളായിരിക്കും, ബുദ്ധിശാലിയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധിശാലിയല്ലേ വന്നത്? ഇപ്പോൾ കണ്ടില്ലേ? നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കല്യാണം കഴിപ്പിച്ചതല്ലേ? കല്യാണം കെങ്കേമമായി കഴിച്ച് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. എല്ലാം ചെയ്തത് നിങ്ങൾ തന്നെയല്ലേ? ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ? ബുദ്ധിശാലിയായ അമ്മായിയമ്മയാണെങ്കിൽ നിങ്ങൾ വായ മൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കല്യാണത്തിന് മുൻപ് അമ്മായിയമ്മ മനസ്സിൽ ഇങ്ങനെ തീരുമാനിക്കണം, മരുമകൾ വീട്ടിലേക്ക് വരുമ്പോൾ അന്നു മുതൽ നമ്മുടെ മകൻ നമുക്കുള്ളതല്ല, അവൻ ഇനി മരുമകളുടേതാണ്. 25 വർഷം നിങ്ങളുടെ മകനായിരുന്നു, ഇനി 25 വർഷം, അത് കൂടുതലോ കുറവോ ആയിരിക്കും, അവൻ ഇനി ഭാര്യയുടേതാണ്. നിങ്ങളുടെ ജോലി കഴിഞ്ഞു. ഇത്രയും കാലം നിങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തില്ലേ? ഇനി മരുമകൾ നോക്കിക്കോട്ടെ. നമ്മുടെ കടമ തീർന്നു, നാം അതിൽ നിന്ന് വിട്ടുവരണം. വേറെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ നോക്കൂ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ ശ്രദ്ധിക്കൂ. എന്തിനാ ആവശ്യമില്ലാതെ വഴക്കിന് പോകുന്നത്? സ്വന്തം കാര്യം നോക്കിയാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. മരുമകൾക്ക് എന്താണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഇത്രയും വർഷം ഒരു മാതാവ് തൻ്റെ മകനെ എൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്ര പെട്ടെന്ന് അത് മാറ്റാൻ സ്വല്പം പ്രയാസം തന്നെ ഉണ്ടാവും, പൊസസീവ്നെസ് ഉണ്ടാവും. ജീവിതത്തിൽ എന്തു വേണമെങ്കിലും ഉണ്ടാവട്ടെ, എന്തും നടന്നോട്ടെ, ഹസ്ബൻഡ് വൈഫ് എന്ന റിലേഷൻഷിപ്പ് വേറെ തന്നെയാണ്, അമ്മ മകൻ എന്ന റിലേഷൻഷിപ്പ് വേറെയാണ്, ഈ റിലേഷൻ വെവ്വേറെയാണ്. അതുകൊണ്ട് പൊസസീവ്നെസ് ഉണ്ടാവേണ്ട കാര്യമേ ഇല്ല. അമ്മ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നീ ഇല്ലാതെ അവൾക്ക് ജീവിക്കാനാവുമോ? എന്തും നടന്നോട്ടെ, ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ലൗകികത്തിൽ ഒരു ശരിയായ വഴി എന്താണെന്ന് വെച്ചാൽ, കല്യാണം എന്നാൽ എന്താണ്? ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി വേറെ താമസിക്കുന്നു, അല്ലാതെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി വേറെ താമസിക്കുമോ? അയാൾ ഭാര്യയുടെ കൂടെ താമസിക്കുന്നു. എന്തായാലും സാരമില്ല. ഇതാണ് ലോകത്തിൻ്റെ രീതി. അതിനുശേഷം എന്തിനാണ് ഈ തരത്തിലുള്ള ബിഹേവിയർ? എന്തിനാണ് മോശമായ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഉണ്ടാവുന്നത്? എല്ലാവർക്കുമുള്ള സെക്യൂരിറ്റി നിങ്ങൾക്കും ഉണ്ടാവും. കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക് 50% പാർട്ട്ണർഷിപ്പ് ഉണ്ടാവില്ല. അമ്മയോട് 50% പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്നില്ല. ലീഗലിയും ഉണ്ടാവില്ല. വൈഫിനാണ് അതുണ്ടാവുക. സോ വൈ ആർ യു വറീഡ്? അവർ ഇതെൻ്റെ മകനാണെന്ന് കരുതിയാൽ കരുതിക്കോട്ടെ. അവർ കരുതുന്നതിൽ തെറ്റില്ലല്ലോ, പക്ഷെ സത്യത്തിൽ ഭർത്താവിൻ്റേതാ. അതുകൊണ്ട് സാരമില്ല എന്ന് കരുതുന്നതിൽ വ്യത്യാസമുണ്ടല്ലോ. അവർ കരുതിക്കോട്ടെ. രണ്ടുപേരുടെയും കോൺഫ്ലിക്റ്റിന്റെ നടുവിൽ കുടുങ്ങുന്നത് ഹസ്ബൻഡാണ്. നടുവിൽ സാൻഡ്വിച്ച് ആവുന്നു. അവിടെയുമില്ല ഇവിടെയുമില്ല. അമ്മ പറയുന്നത് കേട്ടാൽ മറ്റുള്ളവരൊക്കെ എന്തു പറയും? അവൻ അമ്മയുടെ ചൊൽപ്പടിയില്ല. വൈഫ് പറയുന്നത് കേട്ടാൽ ഉടനെ ഭാര്യയെ താങ്ങുന്നു എന്ന പേരുണ്ടാവും. വേറെ വഴിയില്ലല്ലോ. ഭാര്യയുടെ അടിമയാണെന്നുള്ള പേരും ഉണ്ടാവും. അതെ എപ്പോഴും ഉണ്ടാവും, ഭാര്യയുടെ അടിമ. പറഞ്ഞത് ശരിയാ. അതുപോലെ ഇപ്പൊ സംഭവിക്കാറില്ല. ഇപ്പോഴൊക്കെ അങ്ങനെ നടക്കാറേ ഇല്ല. ഭാര്യയ്ക്ക് ആരും അടിമയാവില്ല. ഇപ്പോൾ അങ്ങനെയാണോന്നറിയില്ല. മാതാജി, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ കർമ്മദോഷങ്ങൾ ഈ ജന്മത്തിൻ്റെതാണോ അതോ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണോ? അതിന് ഒരു ഉദാഹരണം പറയാം. നമ്മൾ സത്സംഗങ്ങൾക്ക് പോകുന്നു. അവിടെ പോയി
പ്രസാദം കഴിക്കുന്നു. അതുകൊണ്ട് ഓർഗനൈസർ ആയിരുന്നാലും അവർക്ക് നമ്മുടെ ചെലവ്, അതായത് നമുക്ക് വേണ്ട ചെലവുകൾ നമ്മുടെ തലയിൽ തന്നെ ഏറ്റെടുക്കണമോ അതോ? അതെന്താന്ന് വെച്ചാൽ പ്രസാദത്തിൻ്റെ പരിപൂർണ മീനിങ് ചിലവ് എന്നല്ല. പ്രസാദത്തിൻ്റേത് ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ചു കഴിക്കുമ്പോൾ അത് ചെലവിൽ പെടുന്നു. പക്ഷേ പ്രസാദത്തിൽ ചെലവില്ല. ഈ പ്രസാദത്തിനെ ഒരു ചിന്തയോടെ നാം ഭഗവാൻ തന്നതാണെന്ന് നന്ദിയോടെ കരുതി കഴിക്കണം. പ്രസാദം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങൾ ചേഞ്ച് ആവുന്നു. ജനങ്ങൾ തരുന്ന ആഹാരം, അവർ തരുന്ന ആഹാരം ആഗ്രഹം, വെറുപ്പ് ഇവയൊന്നും കാണിച്ചു കൊടുക്കാതെ ഭഗവാന്റേത് എന്ന രീതിയിൽ കരുതി നല്ല ചിന്തയോടെ കൊടുത്താൽ നമുക്കും അത് നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി വാങ്ങിച്ചു കഴിക്കാം. പ്രസാദത്തെക്കുറിച്ച് അങ്ങനെ കരുതരുത്. ഓക്കെ, താങ്ക് യു. വിധിപ്രകാരം നമുക്ക് പ്രാപ്തമുണ്ടെങ്കിൽ നമുക്ക് നിറയെ പ്രസാദം കൊടുക്കാനാവും. മഹാരാജൻ, നിങ്ങളെന്ത് പറയുന്നു? പ്രസാദം എന്നാൽ അത് സ്നേഹത്തോടെ കഴിക്കേണ്ടതാണല്ലേ? താങ്ക് യു. ഭഗവാന്റേതാണത്. അതിൽ യാതൊരു വ്യത്യാസവും ആലോചിക്കേണ്ട. ഭഗവാൻ അത് മതി. എൻ്റെ പ്രസാദത്തെ കുറ്റം പറയുന്നല്ലോ എന്ന് ചോദിക്കാം. ഒരുപക്ഷെ ചിലവായാലും ഭഗവാന് വേണ്ടിയല്ലേ? അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധം ബലമുള്ളതാണ്. വസൂലിക്കാനാണോ ദൈവം നമ്മെ വിളിക്കുന്നത്? അദ്ദേഹത്തെ മനസ്സിലാക്കാൻ നാം തയ്യാറായിരിക്കണം. അതുകൊണ്ട് എത്രയും സാധിക്കുമോ ചെലവ് ചെയ്യൂ. താങ്കൾ ഇത് മനസ്സിലാക്കി തന്നതിന് നന്ദി. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഈ ഓർഗനൈസർ പ്രസാദത്തിന്റെ ചെലവ് നമ്മുടെ തലയിൽ ഇടുകയാണെന്ന്. പ്രസാദം എല്ലാവർക്കും പ്രസാദമാണ്. ഓർഗനൈസേഴ്സ് അത് മുതലെടുക്കണമെന്ന് കരുതിയാണോ പ്രസാദം തരുന്നത്? അല്ല, തീർച്ചയായും അല്ല. അത് വാങ്ങിച്ചാൽ മാത്രം ഈ മതി. കാലത്തെല്ലാം തലതിരിഞ്ഞാണല്ലോ നടക്കുന്നത്. എന്തുമായിക്കോട്ടെ, പ്രസാദം സ്നേഹത്തോടെ കഴിക്കൂ. കുറച്ച് കിട്ടിയാൽ കൂടുതൽ സ്നേഹത്തോടെ അത് നിങ്ങൾ കഴിക്കൂ. അപ്പം കിട്ടിയാലും പായസം കിട്ടിയാലും കഴിക്കൂ. പ്രസാദത്തിനാണ് വാല്യൂ. ജയ് സച്ചിദാനന്ദം. ജയ് സച്ചിദാനന്ദ.